മാർത്തോമാ സഭയുടെ യുകെയിലെ പള്ളി വിറ്റ് ട്രാക്കുളക്കോട്ട പോലെ ഒരെണ്ണം വാങ്ങാൻ ഒരുങ്ങി ഇടവകയിലെ അരിപ്രാഞ്ചികൾ. യൂറോപ്പിൽ ക്രൈസ്തവ ദൈവാലയങ്ങൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു, ദൈവാലയങ്ങൾ പബ്ബുകളും ബാറുകളുമായി മാറുന്നു എന്ന് വിലപിക്കുന്ന ഒരു സമൂഹം തന്നെ അവരുടെ ആദ്യ ദൈവാലയം തൂക്കി വിൽക്കുന്ന വിരോധാഭാസമാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മഴയ്ക്ക് കിളിർത്ത തകര പോലെ പൊട്ടിമുളച്ച ഇടവകയിലെ ചില അരിപ്രാഞ്ചികളും ഇടവക വിഴുങ്ങി കമ്മീഷൻ പാതിരിയും എട്ടും പൊട്ടും തിരിയാത്ത ഒരു പുതുമോടി മെത്രാനും ഉണ്ടുറങ്ങിക്കഴിയുന്ന നിർഗുണനായ മെത്രാപ്പൊലിത്തയും ചേർന്ന് നടത്തുന്ന ഈ പള്ളിക്കച്ചവടം കണ്ട് 30 കൊല്ലം മുമ്പ് മുണ്ട് മുറുക്കി കൊടുത്ത് തണ്ടിപ്പിരിച്ച് പള്ളി മേടിച്ച ഇടവകയിലെ പകുതിയിലധികം വരുന്ന ആദിമവിശ്വാസി സമൂഹം ഹൃദയം തകർന്നു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എവിടെയാണെന്നല്ലേ പറയാം. മാർത്തോമാ സഭയുടെ ബിഷപ്പ് ജോസഫ് മാർ ഇവാനിയോസ് ഡയോസിൻ ബിഷപ്പായ ബോംബെ ആഫ്രിക്ക UK യൂറോപ്പ് ഭദ്രാസനത്തിലെ യുകെയിൽ ഹീത്രോ എയർപോർട്ടിന് സമീപം ഹോൺസ്ലോയിൽ സ്ഥിതി ചെയ്യുന്ന സെയിന്റ് ജോൺസ് മാർത്തോമാ പള്ളിയാണ്. പള്ളിയിലെ പുതുപ്പണക്കാരായ റാന്നിക്കാരൻ അരിപ്രാഞ്ചിയച്ചായനും സിൽബന്തികളും ചേർന്ന് വിറ്റ് 200 കൊല്ലത്തോളം പഴക്കമുള്ള 3 കൊല്ലത്തോളമായി പൂട്ടിക്കിടക്കുന്ന ഒരു ട്രാക്കുളക്കോട്ട പോലെയുള്ള ഒരു പള്ളി വാങ്ങുവാൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ ഈ പള്ളിക്കച്ചവടത്തിന്റെ പേരിൽ ഇടവക ജനങ്ങൾ 2 ചേരിയായി ഈ പള്ളി ഇന്ന് അവിശ്വാസത്തിൻ്റെയും അകൽച്ചയുടെയും നിസ്സഹരണത്തിൻ്റെയും പരസ്പര സ്പർദ്ധയുടെയും വേദിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 30 കൊല്ലം മുമ്പാണ് യുകെയിൽ മാർത്തോമാ സഭാ വിശ്വാസികൾ ചേർന്ന് ഹീത്രോ എയർപോർട്ടിന് സമീപം ഹോൺസ്ലോയിൽ സെയിന്റ് ജോൺസ് പള്ളി മേടിച്ചത്. ആദ്യകാല കുടിയേറ്റ മാർത്തോമാ സഭാ വിശ്വാസികൾ അവരുടെ ഇല്ലായ്മയിലും കഷ്ടതയിലും മറുനാട്ടിൽ സ്വജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ തന്നെ ഇന്നയോളം കരം പിടിച്ച് നടത്തിയ ദൈവത്തോടുള്ള ആ വിശ്വാസവും തങ്ങളുടെ ഭാവി തലമുറയെ മാർത്തോമാ സഭാ വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് നയിക്കണം എന്ന താല്പര്യത്തിലുമാണ് അവർ യുകെയിൽ സ്വന്തമായി ഒരു പള്ളി വാങ്ങി അതിന് സെയിന്റ് ജോൺസ് മാർത്തോമാ പള്ളി എന്ന് പേരിട്ടത്. വർഷങ്ങൾ പിന്നിട്ടു, ഇടവക വളർന്നു. മാർത്തോമക്കാർ മാത്രമല്ല, പഠനത്തിനായും ജോലിക്കായും എത്തിയ മറ്റ് സഭാംഗങ്ങളും ഈ ഇടവകയിൽ കൂടി വരിക പതിവായിരുന്നു. ഇടവകാംഗങ്ങൾ 250 കുടുംബങ്ങൾ വരെയായി ഉയർന്നു. പള്ളിയിലെത്തിയ ചില പുതുപ്പണക്കാർക്കും പ്രാഞ്ചികൾക്കും പള്ളിയിരിക്കുന്ന സ്ഥലം അത്ര പോരാ, പോഷല്ല, പാർക്കിംഗ് പോരാ, വീടിനടുത്തല്ല എന്നൊക്കെയുള്ള ചിന്തകൾ ഉടലെടുത്തു. പള്ളി ഭരണം പുതുപ്പണക്കാരുടെ കയ്യിലെത്തിയപ്പോൾ സ്വാഭാവികമായും പള്ളിപ്പാതിരിയും അവരോട് ഒട്ടിനിൽക്കും, മെത്രാനും സഭാധ്യക്ഷനും അവരുടെ താളത്തിനൊത്ത് തുള്ളും. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. റാന്നിക്കാരനായ അരിപ്രാഞ്ചിയച്ചായനും അദ്ദേഹത്തിൻ്റെ സിൽബന്ധികളായ പ്രയർ ഗ്രൂപ്പുമാണ് ഈ പള്ളിക്കച്ചവടത്തിൻ്റെ പിന്നിൽ ചരട് വലിക്കുന്നത് എന്നാണ് ഇടവകക്കാർ പറയുന്നത്. അനേകം ദൈവാലയങ്ങളുടെ മാതൃദൈവാലയമായ ഈ പള്ളി വിറ്റ് ഏകദേശം 16 കിലോമീറ്റർ അകലെയുള്ള വേബ്രിഡ്ജിൽ 200 വർഷം പഴക്കമുള്ള യുണൈറ്റഡ് റിഫോംസ് ചർച്ച് എന്ന പ്രൊട്ടസ്റ്റന്റുകാരുടെ കൈവശമിരിക്കുന്ന വർഷങ്ങളായി വിശ്വാസികളില്ലാതെ വിൽപ്പനയ്ക്കായി പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഹിസ്റ്റോറിക് ബിൽഡിംഗ് ആണ് നല്ല പള്ളി കൊടുത്തു വാങ്ങുവാൻ പോകുന്നത് എന്ന് വിശ്വാസികൾ സങ്കടത്തോടെ കുറ്റപ്പെടുത്തുന്നു. പാർക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞ് നിലവിലെ പള്ളി വിറ്റ് വാങ്ങുന്ന പുതിയ സ്ഥലത്തും വെറും 19 വാഹനങ്ങൾ മാത്രം പാർക്ക് ചെയ്യുവാനുള്ള സ്ഥലമേ ഉള്ളൂ എന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു. പുറത്ത് പാർക്ക് ചെയ്യണമെങ്കിൽ പണം കൊടുക്കണം, അതും 2 മണിക്കൂർ മാത്രമേ പാർക്കിംഗ് സമയമുള്ളൂ. ഹിസ്റ്റോറിക് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു റിനോവേഷനോ മാറ്റമോ വരുത്തുവാൻ സാധിക്കില്ല. മദ്ബഹയിൽ കർട്ടൻ ഇടാൻ പോലും പറ്റില്ല. പുതിയ ഹീറ്റിംഗ് സിസ്റ്റം, AC, പാഴ്സനേജ് ഒക്കെ പുതുതായി ഇനിയും ഉണ്ടാക്കേണ്ടി വരും. ഇതിൻ്റെ എല്ലാം വെട്ടുമേനി പ്രതീക്ഷിച്ചാണ് പാതിരിയും മെത്രാനും ഈ പള്ളിക്കച്ചവടത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിശ്വാസി സമൂഹം കുറ്റപ്പെടുത്തുന്നത്. ഇതെല്ലാമുള്ള നിലവിലെ പള്ളി 24 കോടിയിലധികം രൂപയ്ക്ക് വിറ്റിട്ട് പഴയ ട്രാക്കുളക്കോട്ട 17 കോടിക്ക് വാങ്ങുന്നത് റിനോവേഷന്റെ പേരിൽ കോടികൾ തട്ടുവാൻ വേണ്ടിയാണെന്ന് വിശ്വാസികൾ ആരോപിക്കുന്നു. 200 കൊല്ലം പഴക്കമുള്ള കെട്ടിടമായതുകൊണ്ട് തന്നെ റാന്നിക്കാരൻ പ്രാഞ്ചിയച്ചായന്റെ സിൽബന്തിയായ ഒരു ബിൽഡർക്ക് സ്ഥിരം കറവയ്ക്കുള്ള അവസരം ഉണ്ടാക്കുവാനാണ് ഈ പള്ളിക്കച്ചവടം എന്നാണ് വിശ്വാസികൾ പറയുന്നത്. റാന്നിക്കാരൻ പള്ളിപ്രാഞ്ചിയച്ചായൻ ഇടവക വികാരിയെയും മെത്രാനെയും എല്ലാ തരത്തിലും സുഖിപ്പിച്ച് മസ്കി അടിച്ച് കിടത്തിയിരിക്കുന്നതിനാൽ പ്രാഞ്ചിയെ എതിർത്ത് അവർക്ക് ഒരക്ഷരം പറയാൻ സാധിക്കില്ല. തെഡോഷ്യസ് മെത്രാൻ ഓണത്തിനെത്തിയപ്പോൾ ഓണസദ്യ വെട്ടിയടിച്ച് കയ്യിൽ നക്കിപ്പോയതല്ലാതെ വിശ്വാസികളുടെ പരാതി കേട്ടതായി പോലും അദ്ദേഹം ഭാവിച്ചില്ല എന്നവർ പറയുന്നു. വിൽപ്പനയെ എതിർക്കുന്ന അംഗങ്ങൾ ചേർന്ന് സേവ് സെയിന്റ് ജോൺസ് ചർച്ച് എന്നൊരു ഫോറം രൂപീകരിക്കുകയും മെത്രാപ്പൊലിത്തയോട് വിൽപ്പന നിർത്തണം എന്നാവശ്യപ്പെട്ട് 28/9/2024 ഒരു മെമ്മോറാണ്ടവും നൽകിയെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ഥായിയായ നിർഗുണഭാവത്തോടെ വിൽക്കേണ്ടെങ്കിൽ നീയൊക്കെ അവർ പറയുന്ന കാശ് മുടക്കി ആ പള്ളി അങ്ങ് വാങ്ങിച്ചോ, അപ്പോൾ പ്രശ്നം തീർന്നല്ലോ എന്ന് കളിയാക്കി വിടുകയും ചെയ്തു. മുണ്ട് മുറുക്കി ഉടുത്ത് കഷ്ടപ്പെട്ട് ഈ പള്ളി വാങ്ങിയ
ആദ്യകാലത്തെ അവശേഷിക്കുന്ന വൃദ്ധരും ക്ഷീണിതരുമായ തലമുറയോടും അവരുടെ കുടുംബത്തോടും മറ്റു ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ അംഗങ്ങളോടും വീണ്ടും കാശ് മുടക്കി അവർ വാങ്ങിയ പള്ളി തന്നെ വീണ്ടും വാങ്ങുവാൻ പറഞ്ഞ ആ കാരുണ്യവും രോമവുമില്ലാത്ത മുഖത്ത് നോക്കിയ പാവങ്ങൾ ശപിച്ചതുകൊണ്ടാവാം ഒരുപക്ഷെ തിയോഡോഷ്യസ് മെത്രാന്റെ നടുവൊടിഞ്ഞ് വെല്ലൂർ CMC ആശുപത്രിയിൽ സർജറിക്ക് പോകേണ്ടി വന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു. ശിഷ്ടകാലം കിടന്നു വാഴാതെ ഇരുന്നു വാഴണമെന്നുണ്ടെങ്കിൽ മെത്രാൻ പള്ളിക്കച്ചവടം നിർത്തണം എന്നാണ് ബഹുഭൂരിപക്ഷം വിശ്വാസികളുടെയും ആവശ്യം. മെത്രാനെ കാശിന് ആവശ്യം വന്നാൽ ആരെങ്കിലും അവരവരുടെ അമ്മയെയും അപ്പനെയും വിൽക്കുമോ? ഏതാണ്ട് ഇതതുപോലെയല്ലേ. സെയിൻറ് ജോൺസ് പള്ളിയിൽ മാമോദിസ മുങ്ങിയ നിങ്ങളുടെ മക്കൾക്ക് കണ്ണീരോടെ അവിടെ നിന്നും പടിയിറങ്ങേണ്ടി വരുന്ന അവസ്ഥ ദയവായി ഉണ്ടാക്കരുത്. അങ്ങനെയുണ്ടായാൽ സഭയുടെ നാശത്തിന് അധ്യക്ഷത വഹിച്ച ആദ്യ മെത്രാപ്പോലിത്ത എന്ന പേര് അങ്ങേക്ക് വിശ്വാസികൾ ചാർത്തിത്തരും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.